ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധ കലാപത്തിൽ ചൈനയ്ക്കും പാകിസ്ഥാനും വ്യക്തമായ പങ്ക്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ ബീജിംഗ് സന്ദർശിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ഷണപ്രകാരം. ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശ് വഴിയുള്ള കടന്നുകയറ്റത്തിന് ചൈനീസ് നീക്കമെന്ന് വിലയിരുത്തൽ. ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപത്തിന് പിന്നിൽ ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള പങ്ക് നേരത്തെ തന്നെ ചർച്ചയായതാണ്. ഈ വാദത്തിന് കൂടുതൽ കരുത്ത് പകരുന്നതാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇപ്പോഴത്തെ ചൈന സന്ദർശനം. ജമാഅത്തെ ഇസ്ലാമി, ഖിലാഫത്ത് കൗൺസിൽ, ഖിലാഫത്ത് മൂവ്മെന്റ്, ഇസ്ലാമിക് ഓർഡർ പാർട്ടി എന്നീ സംഘടനകളുടെ 14-അംഗ പ്രതിനിധി സംഘമാണ് ഇപ്പോൾ ബെയ്ജിംഗിലുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളെ ബെയ്ജിംഗിലേക്ക് ക്ഷണിക്കുന്നത്. ബംഗ്ലാദേശിനെ തീവ്ര മുസ്ലിം രാജ്യമാക്കി ഭാരതത്തിനെതിരെ തിരിക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. പാകിസ്ഥാൻ മോഡലിൽ ബംഗ്ലാദേശിൽ ഭീകരവാദികളെ വളർത്തി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസ്വസ്ഥതയുണ്ടാക്കുക എന്നത് ചൈനയുടെ പദ്ധതിയാണ്. കഴിഞ്ഞ മാസം 25-നാണ് ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിനെ കസ്റ്റഡിയിലെടുത്തത്. അന്ന് തന്നെ ധാക്കയിലെ ചൈനീസ് എംബസിയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾക്ക് വിരുന്ന് നൽകിയ സംഭവം ജമാഅത്ത് കമ്മ്യൂണിസ്റ്റ് കൂട്ടുകെട്ടിന്റെ ഭാഗമാണ്. ജനം, ഡൽഹി.